അപ്രതീക്ഷിതമായി ഒരു സ്ഥലത്ത് പോകാനായിട്ട് പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു വളരെ അപ്രതീക്ഷിതമായി ഒരു സ്ഥലത്ത് പോകാനായിട്ട് പോവാണ്. മങ്കാട്ടുമൂല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്ന് ഞാനും അനിയനുമാണ്. നമ്മൾ രണ്ടും കൂടെ പെട്രോൾ അടിക്കാനായിട്ടൊക്കെ ഇറങ്ങിയതാണ്. പക്ഷേ അവിടെ വാളക്കാട് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ അടുത്താണ് മങ്കാട്ടുമൂല. നല്ലൊരു അടിപൊളി പ്ലേസ് എന്നാണ് എനിക്കിവൻ പറഞ്ഞു തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കാം. അതുപോലെ തന്നെ മങ്കാട്ടുമൂല പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റിയൊരു അത്ഭുതകരമായ കാഴ്ചയാണ് ഓലമേഞ്ഞ വീട്. ഈ കാലത്തൊന്നും ഇങ്ങനെ വീടേ കാണാറില്ല. ആ വീടാണ് ഈ കഴിഞ്ഞു പോയത്. ഇവിടെ ചെറിയൊരു കോളനി കണക്കാണ് കേട്ടോ. അതാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഞാനവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ നെൽക്കതിൻ്റെ മീതെ ഈ പ്രാണികളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒന്ന് തളിക്കുന്ന ഒരു ഇതാണ് കേട്ടോ കണ്ടത്. അതിനുശേഷം എല്ലാവരുടെയും ശ്രദ്ധിക്കുമെന്നും പറഞ്ഞിട്ട് അവിടെ ജസ്റ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ തുരുത്ത് ഇങ്ങനെ ആക്കിയത് ഒരു കൂട്ടായ്മയാണ് കേട്ടോ. സൗഹൃദം കൂട്ടായ്മ എന്ന് പറഞ്ഞ പേരിലുള്ള അവരാണ് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്ന. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് എനിക്കത് നിങ്ങളെ ഏത് രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം, അല്ലെങ്കിൽ ഏത് ഫീലാണ്, എങ്ങനത്തെ ഫീലാണെന്നൊന്നും എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി. 4-5 ഏക്കറോളം ഫുൾ വയൽ, അതിൻ്റെ തൊട്ട് നടുക്കായിട്ട് ഒരു ജസ്റ്റ് ചെറിയൊരു തോട്, അതിൻ്റെ മധ്യവശത്തായിട്ട് ചെറിയൊരു തുരുത്ത്, അതിൻ്റെ മേളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച. അത് എങ്ങനത്തതാണെന്ന് ഞാൻ പറഞ്ഞു തന്ന് നിങ്ങൾ അനുഭവിക്കാനുള്ളതല്ല, അവിടെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാനുള്ളത്. അതായത് നമ്മുടെ ഈ നാട്ടിലിപ്പോൾ വയലെന്ന് പറയുന്ന സാധനമേ ഇല്ലാതായിക്കൊണ്ടിരിക്കണം. ആ ഒരു സമയത്ത് ഈ 4-5 ഏക്കറിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു പച്ചപ്പ് അല്ലെങ്കിൽ കാണാം, അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ടാലും മതി വരത്തില്ല. അത്രത്തോളം എന്തൊക്കെയോ റീലും എന്തൊക്കെയോ ഷോർട്സും ഒക്കെ എടുക്കുന്നതുകൊണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അത് മാത്രമല്ല, ഇത് കണ്ടിട്ടും മടുക്കത്തില്ല. പോരാത്തതിന് നട്ടുച്ച സമയത്ത് നല്ല അടിപൊളി കാറ്റും കൂടിയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മങ്കാട്ടുമൂല കേട്ടോ. നല്ല സേവ് ചെയ്ത റേറ്റിനോ അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ഫോട്ടോസിനോ അല്ലെങ്കിൽ റീൽസിനൊക്കെ എടുക്കാൻ സൂപ്പർ അടിപൊളി സ്പോട്ടാണ് കേട്ടോ. കാരണം ഒരു 3-4 ഏക്കറോളം അങ്ങ് വയൽ മാത്രമാണ്. അത് മാത്രമല്ല സൂപ്പർ ഒരു ഹിഡൻ സ്പോട്ട് കണക്കുള്ളതാണ് ഇത് നല്ലൊരു അടിപൊളി ഇതാണ്. അത് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കാണുമ്പോഴത്തേക്കുള്ള വ്യൂ അത് അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഒന്നൊരു ഉച്ച സമയം ആയതുകൊണ്ട്, ഉച്ചയിൽ ഒരു 3 മണി, പക്ഷേ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഒരു വെയിൽ താഴ്ന്ന സമയത്താണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പക്ഷെ വെയിലുള്ള സമയത്താണെങ്കിൽ ഇതൊക്കെ എന്തോ ഈ ഇലകളൊക്കെ ഇങ്ങനെ തിളങ്ങുന്ന കണക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഇത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വാളക്കാട്ടിൽ നിന്ന് ചെമ്പമംഗലം പോകുന്ന റൂട്ട് മങ്കാട്ടുമൂലയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.